ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ അവസാന കാലത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നു മുതൽ കേൾക്കാൻ പോകുന്നത്. കുറേ സ്ഥലങ്ങളിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു 2000-ൽ പരം സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ സഭ അംഗീകരിച്ചിട്ട് നമ്മൾ വിശ്വസിക്കുന്ന കുറേ പ്രത്യക്ഷപ്പെടലുകളുണ്ട്. ചിലതൊക്കെ സഭ ഔദ്യോഗികമായൊരു വിശ്വാസ സത്യമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അത് ഇങ്ങനെ വിശ്വാസം മനുഷ്യരുടെ ഉള്ളിൽ പേഴ്സണലായിട്ട് നമ്മൾ വിശ്വസിച്ച് പോരുന്നതും ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യക്ഷീകരണങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് സഭ അംഗീകരിച്ചിട്ടുള്ള പ്രത്യക്ഷപ്പെടലുകളിൽ പരിശുദ്ധ അമ്മ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരിക്കൽ കണ്ടു കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് സന്ദേശങ്ങൾ കൊടുത്തത് പ്രാർത്ഥനകളായാലും അവിടുത്തെ സന്ദേശങ്ങളായാലും സഭ ആധികാരികമായി പഠിച്ച് ഒട്ടുമിക്കതും അവിടെ സന്ദേശം കിട്ടിയവരൊക്കെ മരിച്ചു പോയിട്ട് അവർ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതൊക്കെ ഔദ്യോഗികമായ ഒരു സത്യമായിട്ട് അംഗീകരിക്കുക. ഒട്ടുമിക്കവാർ അങ്ങനെ ഫാത്തിമയിൽ, ലൂർദിൽ, അതുപോലെ കുറേ പ്രത്യക്ഷീകരണങ്ങൾ വരുന്നുണ്ട്. നമ്മൾ കിബ്ഹോയിൽ കണ്ടു. ഇവരൊക്കെ മരിച്ചുപോയി, പ്രവചനങ്ങളിൽ പറഞ്ഞ പോലെ അവരൊക്കെ മരിച്ചുപോയി. ഇനിയിപ്പോൾ മരിക്കാതെ സഭ ഉറ്റുനോക്കുന്ന പ്രത്യക്ഷീകരണങ്ങളുണ്ട്. അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗരബന്താളിൽ നോക്കുകയാണെങ്കിൽ, അതുപോലെ മെജുഗോറിയൻ പ്രത്യക്ഷീകരണങ്ങൾ, ഇതെല്ലാം സഭ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രത്യക്ഷപ്പെടലുകളിൽ ആളുകൾ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും തെറ്റല്ല, പാപവുമല്ല. പക്ഷെ അത് ഔദ്യോഗികമായ സഭ അംഗീകരിക്കുന്നത് വരെ, ഇപ്പോൾ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഡിവോഷൻ നമ്മളെല്ലാവരും അത് ചെയ്യുന്നതാണ്. ഞാനൊക്കെ അടക്കം എന്തുമാത്രം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് റോസാ മിസ്റ്റിക്ക മാതാവ് മുഖാന്തരം. പക്ഷെ അത് അടുത്ത ദിവസങ്ങളാണല്ലോ, കഴിഞ്ഞ വർഷത്തിലല്ലേ അത് സഭ സത്യമായിട്ട് അംഗീകരിക്കുന്നത്. ഈ സഭ ഇങ്ങനെ ടൈം എടുക്കുന്നത് നമ്മൾ ചതികളിൽ, നമ്മൾ വഞ്ചനകളിലൊന്നും പെടാതിരിക്കാനാണ്. അതുകൊണ്ടാണ് സഭയുടെ കീഴിൽ നിന്ന് സഭ പറയുന്നത് നമ്മൾ ചെയ്യുക, അതിൻ്റെ പിന്നാലെ പോവുക എന്ന് പറയുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ കുറേ വ്യാജ പ്രബോധനങ്ങളും വ്യാജ പഠനങ്ങളും പ്രവചനങ്ങളും കടന്നു വരുന്നുണ്ട്. അതുതന്നെ അവസാന കാലത്തിൻ്റെ ലക്ഷണമാണ്. അതെവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ വ്യാജമായ പ്രബോധനങ്ങളെയും പ്രവചനങ്ങളെയും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ സാധാരണ പോലെയാണ് തോന്നുക. പക്ഷെ അതിൻ്റെ പിന്നിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ഈ അപകടങ്ങളെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 തിമോത്തിയോസ് 3:1 അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ഒരടയാളം ഇതാണ്. എന്നാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളുണ്ടാകും. 2 തെസ്സലോനിക്ക 2:11. നിങ്ങൾക്ക് ഈ വചനങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അവസാന നാളുകളിൽ അത് വരും ഇത് വരും എന്നൊക്കെ പറയുമ്പോൾ ഈ ചേച്ചി എന്തേ പറയണേ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാനാണ് ഞാൻ ഈ ബൈബിൾ വചനങ്ങളൊക്കെ എഴുതിയെടുത്തോ എന്ന് പറയുന്നത്. അപ്പോൾ 2 തെസ്സലോനിക്ക 2:11 പറയുന്നുണ്ട്, ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളുണ്ടാകും. അതേസമയം വേറൊരു കൂട്ടരെയും അവിടെ കാണാം. സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. 2 തിമോത്തി 3:2 ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏറെക്കുറെ ഈ അടയാളങ്ങളൊക്കെ നമ്മുടെ സമയത്ത് ഇപ്പോൾ ഉണ്ട്. ഇത് മുഴുവനുണ്ട്. സ്വാർത്ഥ സ്നേഹം, ധനമോഹം, അഹങ്കാരികൾ, ഗർവിഷ്ഠർ, ദൈവദൂഷകർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും. ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ട, നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ അവരവരുടെ വീടുകളിലുള്ള സ്ഥിതിയും സമൂഹത്തിൽ കാണുന്ന സ്ഥിതിയൊക്കെ നോക്കിയാൽ മതി. ഇനി ഇതിനോട് ചേർന്ന് വേറെ അടയാളങ്ങളുണ്ട്.
ഈ അടയാളങ്ങളെ ഗൗനിക്കാതിരിക്കാൻ പാകത്തിലുള്ള ഒരു മാനസിക അവസ്ഥ ബഹുഭൂരിഭാഗം ജനങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ അടയാളങ്ങളൊക്കെ തന്നിട്ട് ഈ അടയാളങ്ങൾ കണ്ടിട്ടും ഇത് പറയുമ്പോഴും അവസാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത വണ്ണം ഗൗനിക്കാത്ത ആളുകളാണ് ഇതിലുള്ളത്. വേറൊരു സംഭവം ഇതിലുണ്ട്. സത്യമായ പ്രവചനങ്ങളുടെ ഇടയിൽ കൂടെ വ്യാജമായിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടി ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനം എന്ത് വിചാരിക്കുന്നറിയോ? അവിടെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. സത്യവും അസത്യവും തമ്മിൽ കൂടിക്കുഴഞ്ഞ് ജനങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ, സത്യത്തിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ ആക്കി തീർക്കും പിശാച് പലരെക്കൂടെയും വ്യാജമായ പ്രവചനങ്ങൾ കൊടുത്തിട്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇത് തന്നെയാണോ അവിടെ പറഞ്ഞത്? ആ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസം ഇതുണ്ടല്ലോ. ഇത് അങ്ങനെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും. അതാണ് സാത്താൻ്റെ പണി. അങ്ങനെ തലയ്ക്ക് വട്ടി പിടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ പറയുമ്പോൾ അവിടെ കിടക്കട്ടെ, നമുക്ക് തോന്നിയോണം ജീവിക്കും. സത്യത്തിനെ വിശ്വസിക്കാതിരിക്കാൻ തക്കവണ്ണം വ്യാജന്മാർ, ചിലപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും അറിയാതെ ഈ പ്രവചനങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്. അതെനിക്ക് ശക്തമായ ബോധ്യം വർഷങ്ങൾക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ട്, തെളിവ് സഹിതം. അതിൽ 1-2 കാര്യങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാം. പണ്ട് ഒരു 20 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം മുൻപൊന്ന് കൂട്ടിക്കും. അങ്ങനെ ഒരു കൂട്ടം ആളുകളെ പരിചയപ്പെട്ടു. ഞാൻ അന്ന് ക്ലാസ്സൊക്കെ കൊടുക്കുന്ന കുർബാനയുടെ ക്ലാസ്സും അങ്ങനെ ശുദ്ധീകരാത്മാക്കളെ കുറിച്ചുള്ള ക്ലാസ്സും ഒക്കെ കൊടുക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ ഈ ശുദ്ധീകരാത്മാക്കളെ നമുക്ക് കാണുമ്പോൾ വിഷൻ കാണുന്നു, കണ്ടത് പറയുന്നു, അത് ചിലപ്പോൾ സംഭവിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന കുറേ ആളുകളുണ്ട്. അതും ഇതും കൂടി മിക്സ് ചെയ്യും. അപ്പം എന്താവും? സത്യത്തിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ഇതും അതന്നെയാണോ, അങ്ങനെയാണോ, ഇങ്ങനെ ചിന്തയിൽ മനുഷ്യർ കിടന്ന് അത് സാത്താൻ പ്രവർത്തിക്കുന്നതാ. കാരണം അവനെ സാത്താനെ അഴിച്ചിട്ടിരിക്കുന്ന സമയമല്ലേ. ചില കാര്യങ്ങളിൽ ഈ വ്യാജ പ്രബോധനങ്ങളിൽ പെട്ടവർക്ക് മനസ്സിലാവുന്നില്ല ഇത് വ്യാജമാണെന്ന്. സത്യത്തിൻ്റെ മുഖം മൂടിയിട്ടിട്ടാണ് വരുന്നത്, ഇത് വ്യാജമാണെന്ന് മനസ്സിലാകുന്നില്ല. അതിലൊരു എനിക്ക് സങ്കടകരമായിട്ടൊരു കാര്യമുണ്ട്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പം ഞാനങ്ങനെ ആ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന കാര്യം, അവിടെ സംഭവിക്കുന്ന കാര്യം, സ്വർഗപിതാവ് ഇവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ശ്രദ്ധിക്കണം, പിതാവിനെ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. പിതാവിൻ്റെ ഒരു മെസ്സേജ് കിട്ടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇറ്റലിയിലെ മദർ എവിജിനിയ അമ്മയ്ക്ക് ദി ഗോഡ് ഫാദർ സ്പീക്സ് ടു അവർ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അതിൽ മദറിന് അത് പ്രത്യേകം പറയുന്നുണ്ട്, ഒരു പ്രത്യേകമായ രീതിയിൽ പിതാവിൻ്റെ സന്ദേശം കിട്ടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പിതാവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല. പ്രിയ സഹോദരങ്ങൾ, ഞാനിത് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ അവസാന കാലഘട്ടത്തിലാണ്. ഈ അവസാന കാലഘട്ടത്തിൽ നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ വഴിതെറ്റാൻ പാടില്ല. ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ സത്യമേതാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നവരായിരിക്കണം. കാരണം ഇതിൻ്റെ ഇടയിൽ വ്യാജ പ്രബോധനങ്ങളും വ്യാജമായിട്ടുള്ള സന്ദേശങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സഭ തന്നിട്ടുള്ള ഓൾറെഡി സന്ദേശങ്ങളുണ്ട്. ഇനി അതനുസരിച്ച് ആ സന്ദേശങ്ങളിൽ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ മതി. പുതിയൊരു ഡിവോഷൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞു വന്നത്. അപ്പം അതിലൊരു ആൾക്ക് പിതാവായ ദൈവം പ്രത്യക്ഷപ്പെടുകയല്ല ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാർത്ഥനയൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ പ്രാർത്ഥന തന്നെയാണ്. കല്ലിലും മുള്ളിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ, അവരങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അപ്പം ആ സമയത്ത് പിതാവ് വരികയാണ്. പിതാവ് വരിക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പിതാവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിതാവാണ് അവരിൽ ഡ്വെല്ലിങ്, ആവസിക്കുകയാണ്. സാത്താൻ ആവസിച്ചാൽ സാത്താൻ പലതും ചെയ്യും. പരിശുദ്ധാത്മാവ് ആവസിച്ചാൽ പരിശുദ്ധ അമ്മയെപ്പോലെയാകും. അതുപോലെ ഇവർ വരുത്തി തീർക്കുന്നതാണ് പിതാവ് ഇവരിലേക്ക് ഇറങ്ങി വന്നു. പിന്നത്തെ വേറൊരു വലിയ അബദ്ധം, നമുക്ക് ലൂർദിലും ഫാത്തിമയിലും അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ
മാതാവ് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ഒലിവ് മരത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ അവിടെ ഇവിടെ മേഘത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഓരോ കാര്യങ്ങൾ സന്ദേശങ്ങൾ കൊടുക്കുകയാണ്. അതിപ്പോൾ ആംസ്റ്റർഡാമിലായാലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മാതാവ് സന്ദേശം കൊടുത്ത് മാതാവ് പോവും. അല്ലാണ്ട് മാതാവ് അവരുടെ ഉള്ളിൽ വന്ന് മാതാവായിട്ട് ആ ആൾ മാറില്ല ഒരിക്കലും. അങ്ങനെ നിങ്ങൾ വലുതും കാണുകയാണെങ്കിൽ വളരെ വളരെ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇവരുടെ പ്രാർത്ഥനകൾ അന്നേ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നു, പിതാവ് ദാ ഇദ്ദേഹത്തിൽ ഇറങ്ങി വന്നു. പിതാവായ ദൈവേ, പിതാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സൃഷ്ടാവ്, സകലവിധ പാപങ്ങളുള്ളൊരു മനുഷ്യനിലേക്ക് ഡ്വെല്ലിങ് ആവസിച്ചു പിതാവായി മാറുകയാണ് അയാൾ. എന്നിട്ട് മകനെ ഇങ്ങനെ ചെയ്യൂ, മകളെ ഇങ്ങനെ ചെയ്യൂ, പിതാവ് പറയുന്ന പോലെ പറയാണ്. അത് അന്നേ എന്നോട് കർത്താവ് പറഞ്ഞിരുന്നു, ഇത് വലിയ വ്യാജമായ കാര്യങ്ങളാണ് ഈ കാണുന്നതെന്ന്. എന്നിട്ട് പിതാവ് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. സ്വർഗപിതാവിനെ എല്ലാം അറിയാലോ. അപ്പോൾ ജസ്റ്റ് ഈ പിതാവായ മനുഷ്യനോട് ഞങ്ങൾ ചോദിച്ചു, ആ പിതാവേ, ഇപ്പം പിതാവാണല്ലോ, എൻ്റെ മനസ്സിലിപ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യം ഒന്ന് പറയണേന്ന് പറഞ്ഞു. പറയാൻ പറ്റുമോ? അപ്പോൾ ഉടനടി പറഞ്ഞു, പിതാവിനെ പരീക്ഷിക്കരുത്. മനസ്സിലായോ? പ്രിയ സഹോദരങ്ങളെ, ഞാനിത് എൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നത് ആ പ്രവചനത്തിലും ആ ഒരു അബദ്ധത്തിലും വിശ്വസിച്ച തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി നശിച്ചു പോയിക്കൊണ്ടിരിക്കുക അന്ധമായിട്ട്. പിന്നീട് വന്ന പ്രബോധനങ്ങൾ എന്താണെന്നറിയോ? ഈ വ്യക്തിയുടെ സ്ഥലത്താണ് രണ്ടാം വരവിൽ ഈശോ വരികയും ഈ വ്യക്തിയെയാണ് അതിനായി നിശ്ചയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നതെന്ന് ഈ പിതാവ് പറഞ്ഞു. അങ്ങനെ അതിനായിട്ട് വിശ്രമിച്ചു. അപ്പം രണ്ടാം വരവിന് എന്തുണ്ടാകും? എന്തൊക്കെ സാധനങ്ങൾ കൂട്ടിവെക്കണം? പലതും ചെയ്തു. ലക്ഷങ്ങൾ കടക്കിണിയിലായി. ഇത് പറഞ്ഞവർ വിശ്വസിച്ചവരൊക്കെ സ്വർണം പണയം വെച്ചും അങ്ങനെ വെച്ചും ഇങ്ങനെ വെച്ച പൈസ കൊടുത്തു. ആ ആളുടെ സ്ഥലമാണ് ഈ രണ്ടാം വരവിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ തിരുമലുകൾ ചെയ്തു. ലക്ഷങ്ങൾ കടക്കിണിയിലായി. ഇപ്പോൾ പിതാവ് എവിടെ? അന്നത്തെ ബോധ്യം കൊടുത്തിരിക്കുന്നത് ഈ ആളാണ് ശരി, ബാക്കി എല്ലാവരും പ്രശ്നമാണ്. ആരൊക്കെ? മാർപ്പാപ്പ മുതലുള്ള എല്ലാവരും, അച്ഛന്മാരും ബിഷപ്പുമാരും നാലുമാരൊക്കെ പ്രശ്നക്കാരാണ്. ഈ പിതാവ് ഇറങ്ങി വന്ന ആളാണ് സത്യം. അത് കേട്ട് അതിൻ്റെ പിന്നാലെ പോയവരുണ്ട്. അത് ഒരു അബദ്ധം. പിതാവും മാതാവും ഒന്നും മനുഷ്യരുടെ ഉള്ളിലേക്ക് കടന്നിരുന്ന് മാതാവായിട്ട് ആരും മാറില്ല. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ ഉണ്ണീശോ വരുന്നു. അത് കുറേ ഉണ്ടായിട്ടുണ്ട്. ഉണ്ണീശോ വരുന്നു. ഉണ്ണീശോ വന്നിട്ട് ഉണ്ണിയായിട്ട് സംസാരിക്കുന്നു, കൊഞ്ചി സംസാരിക്കുന്നു. അതിൽ ഒരു കാര്യം ഞാൻ അപ്പം തന്നെ തീർത്തു കൊടുത്തു. അവരെൻ്റെ അടുത്തേക്ക്, അതൊരു കുട്ടിക്കാണ് ഉണ്ടായത്. എന്നിട്ട് പിതാവിൻ്റെ സ്ഥലത്തിൽ ഉണ്ണീശോയുടെ സ്ഥലത്തിൽ പറയുന്നു. അത് അവിടെ വെച്ച് തന്നെ ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പനെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, സൈക്കിക്കൽ പേഷ്യൻ്റ് ആയിരിക്കും, ഒരു സൈക്കാട്രിക്കൽ പേഷ്യൻ്റായി മാറണ്ട, ഇതിനധികം മുന്നോട്ട് കൊണ്ടുപോകണ്ട, നല്ല ഷൗട്ടിങ് കൊടുത്തിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ പറയാൻ പറഞ്ഞു. ആ കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പനും അമ്മയ്ക്ക് രണ്ടാമത്തെ കുട്ടിയോട് സ്നേഹം കൂടുതലാണെന്ന് തോന്നിയപ്പോൾ അവളെ സ്നേഹിക്കാൻ വേണ്ടി അവളുടെ അബോധ മനസ്സ് ക്രിയേറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു അത്. ഉണ്ണി ഇറങ്ങി വരില്ല. അതുപോലെ വേറൊരു ആൾക്കിതുപോലെ കുറച്ചും കൂടി ഭക്തി പാരവശ്യം കൂടുമ്പോൾ ഉണ്ണി എന്നിലാണ്, പരിശുദ്ധ അമ്മ എന്നിലുണ്ട്, അങ്ങനെ അമ്മയാണ് ഞാൻ, അമ്മ എന്നിലുണ്ടെന്നല്ല പറയണത്, ഞാൻ അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ്, പിതാവാണ്. ഇതുപോലത്തെ കുറേ വ്യാജ പ്രബോധനങ്ങൾ അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഇപ്പോൾ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. ഒരു ഫണ്ട് കിട്ടുന്ന പരിപാടി. ഒരു ഫണ്ട് കിട്ടും, 4 ലക്ഷം കൊടുത്താൽ കോടികൾ വരും, സഹായിക്കുകയാണ്. അവർ വരുന്നതോ നമ്മളുടെ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഒരു പ്രേരണ ഉണ്ടാക്കാൻ കന്യാസ്ത്രീയാണ് അച്ഛനാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എൻ്റെ വീട്ടിലേക്കും അങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു, ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ ഇതിൽ പെടാൻ പോകുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഭയങ്കര തട്ടിപ്പാണ് കേട്ടോ, 4 ലക്ഷം രൂപ തന്നാൽ മതി, ഭയങ്കരമായിട്ടുള്ള ഫണ്ട് വരും. ഈ വ്യാജ പ്രബോധനത്തിൽ പെട്ട ആളുകൾ ഇതിൽ പെട്ടുകിടക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞതനുസരിക്കാത്തവരുടെ ലക്ഷങ്ങൾ പോയിട്ടുമുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അവസാന കാലഘട്ടമാണ് നമ്മൾ കരുതിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സഭ പറയുന്നതേ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇനി സഭ വിശ്വാസ സത്യമായി അംഗീകരിക്കാത്ത ചില ജപമാലകളും, അപ്പോൾ അജാത ശിശുക്കളുടെ ജപമാല, തിരുരക്തത്തിൻ്റെ ജപമാല എന്നൊക്കെ പറഞ്ഞിട്ട് ജപമാലകളൊക്കെ ഉണ്ട്. ഇവർ മാർപ്പാപ്പേനെ കണ്ട്, മൗറീനിയസ് വിനിക്കയിലൊക്കെ മാർപ്പാപ്പനെ കണ്ട് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു ഒരു ഡിഗ്രിയിൽ പറയുന്നുണ്ട്, ചില ഡിവോഷൻസ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഉപയോഗത്തിന് ഉപയോഗിക്കാം, അല്ലാതെ അത് പൊതുവായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളിൽ, ഇവിടെ തൃശ്ശൂരൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കുട്ടികളിൽ വന്നിട്ട് ഓരോ സന്ദേശങ്ങൾ, പണ്ട് ഒരിക്കൽ ഒരു 3 കുട്ടികൾക്ക് ഇതേപോലെ സന്ദേശം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ശരിയല്ല, നിങ്ങളുടെ കുട്ടികൾക്ക് എന്തോ ഒരു ഡിസോർഡർ വരുന്നുണ്ട്. കാരണം ആ കുഞ്ഞുങ്ങളിൽ അഹങ്കാരം എന്ന വലിയ പാപം ഉണ്ടെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞിരുന്നു. ഞാൻ അവരുടെ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് അല്ല അത് നയിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ അവരിൽ കാണും. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചോ, മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ട കുഞ്ഞുങ്ങളാണ്, ഇതൊക്കെ എന്തൊക്കെയോ സാത്താൻ്റെ കളികളാണെന്ന്. അതങ്ങനെ അവിടെ നിർത്തിച്ചു. പ്രിയ കൂട്ടുകാരെ, ഈശോ ഇടപെട്ടതാണെങ്കിൽ കിബുഹയിലെ സഗദാഷിക്ക് കൊടുത്തതുപോലെ ഈ സന്ദേശങ്ങളൊക്കെ ലോകം അറിയും. ഫാത്തിമയിൽ 3 കുട്ടികൾക്ക് കൊടുത്തതുപോലെ പിന്നീട് അവരുടെ ജീവിതം കണ്ടാൽ മനസ്സിലാകും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. ലൂർദിൽ ബെർണർദീത്തയെ പോലെ ഇവരുടെ ഫലങ്ങളൊക്കെ അറിയും. അല്ലാതെ സാത്താൻ ആവസിച്ചിട്ട് കുറേ കുഞ്ഞുങ്ങൾ ഞാൻ പിതാവാണ് എന്ന് പറയും. അവിടെ എന്തൊക്കെയോ സൈക്കിക്കൽ ഡിസോർഡറുകളുണ്ട്. അബോധ മനസ്സും ബോധ മനസ്സും തമ്മിൽ എന്തിനൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കാര്യം, ഇതൊക്കെ അത് ശരിയാണോ അല്ലയോ എന്ന് സഭ പഠിക്കും. അതല്ലേ ഫാത്തിമയിലും ബർണർദീത്തനെയൊക്കെ സൂചി കൊണ്ട് കുത്തലും കുറേ ഡോക്ടേഴ്സൊക്കെ വന്ന് പരിശോധിച്ചിരുന്നത്. നമ്മുടെ സിസ്റ്റർ മരിയാസലിൻ ഇങ്ങനെ വലിയ കാഴ്ചകൾ കാണുമ്പോൾ മരിയാസലിനൊക്കെ കുത്തി കുത്തി പരിശോധിക്കുക. അങ്ങനെ ഒരു സംഘമുണ്ട്, പരിശോധിക്കുക ഇവർ പറയുന്നത് എന്താണ് എന്ന്. ആ പരിശോധന വരുന്നത് വലിയ പ്രത്യക്ഷങ്ങളും സന്ദേശങ്ങളും വരുന്നുണ്ടെങ്കിലാണ്. പക്ഷെ അപ്പോഴും മാതാവും കർത്താവും വന്നിരുന്ന് ഞാൻ പരിശുദ്ധ അമ്മ എന്നിട്ട് പറയുന്നു മകനേ മകളെ എന്ന് പറഞ്ഞ് സന്ദേശം. അത് വളരെ സൂക്ഷിക്കണം. അതൊക്കെ എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളുടെ പേരിലാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കും സഭ. അവർ പറയും കഴിഞ്ഞു പോയ പുസ്തകങ്ങളിലും കഴിഞ്ഞു പോയ പ്രത്യക്ഷീകരണങ്ങളിലുള്ള കാര്യങ്ങളാണ് അവർ പറയുക. അവരുടെ പുതിയതായിട്ടൊന്നും ഉണ്ടാവില്ല. അതിനെ തന്നെ ഒന്ന് വളച്ചൊടിച്ച് വലിയ സംഭവക്കാക്കി മാറ്റും. നമ്മൾ കരുതിയിരിക്കണം. അവസാന കാലഘട്ടത്തിൽ വ്യാജ പ്രബോധനങ്ങൾ അതൊക്കെ സ്വാർത്ഥ ലാഭമാണ്. ഇവരുടെയൊക്കെ പിന്നിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ സ്വാർത്ഥ ലാഭമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിയാലും ദൈവം തിരിച്ചു തരും. അതിൽ കഷ്ടം തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും ഇതിൽ പെട്ടുകിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ നല്ലതുപോലും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യർ വീണു പോകും. അതാണ് സാത്താന് വേണ്ടത്. ഈ കളകൾ വളർന്നു വരുമ്പോൾ വിളകളെ പോലും ഇത് മതഞ്ഞ തോന്നണേ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ സഭ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് അത് ഇപ്പം ഇരിക്കട്ടെ, അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. ഇന്നിനും തുടങ്ങിയതല്ല മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണങ്ങൾ. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എപ്പം തൊട്ട് തുടങ്ങി മാതാവ് ഇതുപോലെ പറയാൻ തുടങ്ങിയിട്ട്? സഭ അംഗീകരിച്ച കാര്യങ്ങളുണ്ട്, അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തി നോക്കിയിരിക്കാം. എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും പറയുന്നത് വേറെ ഒന്നും ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയുമായിരിക്കും, നിങ്ങളിപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടായിരിക്കും. 2000-ലധികം പ്രത്യക്ഷീകരണങ്ങളുണ്ട് നമ്മുടെ സഭയിൽ. അതിൽ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നതാണ് 1561. നമുക്കറിയാവുന്നത് ഈ ഫാത്തിമയിലത്തെയും ലൂർദിലത്തെയും ഒക്കെ ഉള്ളു. പക്ഷെ 1500 പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഗാഡലുപ്പെ മാതാവ്. 1858 നമ്മുടെ ലൂർദ് മാതാവ്. 1900-ലാണ് ഫാത്തിമ. അതിനും കുറച്ചുകൂടി മുന്നോട്ട് പോയി 1981 മെജുഗുറി. അങ്ങനെ 1830 പാരീസിൽ നടന്ന ഒരു മിറാക്കുലസ് മെഡൽ 1831. ഇതൊക്കെ ഔദ്യോഗികമായി പഠനം നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട്
നമുക്ക് ഈ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് മാതാവ് കർത്താവും പറഞ്ഞിരിക്കണേന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് അന്ത്യകാലത്തിലേക്ക് ഒരുങ്ങാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ചുറ്റുപാട് ഇപ്പോൾ നടക്കുന്ന ചതികളെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കിട്ടുന്ന പ്രവചനങ്ങളും സന്ദേശങ്ങളും നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ പിന്നാലെ ഒന്നും പോകാതിരിക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾ ഏത് പ്രത്യക്ഷീകരണത്തിൻ്റെ പിന്നാലെ പോകുമ്പോഴും മനസ്സിൽ വിചാരിക്കുക പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും ദിവ്യകാരുണ്യ ആരാധനയും പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കണേ. ഇതിൽ കൂടുതൽ കാര്യങ്ങളില്ല. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദൈവിക തിരുമനസ് അനുസരിച്ച് ജീവിക്കുക. ദൈവത്തിൻ്റെ തിരുമനസ്, അതായത് കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ. അതുപോലെ നമ്മുടെ രക്ഷയിൽ മാതാവിൻ്റെ ഭാഗഭാഗിത്വം അംഗീകരിക്കുക. സഭ മാതാവിൻ്റെ സംരക്ഷണയിലാണെന്ന വിശ്വാസം ഉൾക്കൊള്ളുക. ഈ മാതാവിലുള്ള വിശ്വാസം വളരെ പ്രധാനമാണ് അവസാന കാലഘട്ടത്തിൽ. കാരണം മാതാവിനെ തള്ളിപ്പറയാനാണ് സാത്താൻ എപ്പോഴും ശ്രമിക്കുക. കാരണം അവൻ്റെ ശത്രു ഉൽപ്പത്തി 3:15 കന്യകാമറിയാണല്ലോ. അതുകൊണ്ട് മാതാവിൽ നിന്ന് മനുഷ്യരകറ്റാൻ നോക്കുന്ന എന്തും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ വ്യാജ പ്രബോധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ മാതാവിന് ഒരു വലിയ സന്ദേശം ഉണ്ടായിരിക്കും കൊടുക്കാനായിട്ട്. എവിടെയും കൊടുക്കുന്ന സന്ദേശം പ്രായശ്ചിത്തം, പരിഹാരം, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക, വിശുദ്ധ കുർബാനയിലേക്ക് ഓടിയണയുക, ഇതൊക്കെയാണ് സന്ദേശം. അപ്പോൾ എന്നാലും ഓരോ പ്രത്യക്ഷീകരണങ്ങളിലും ഓരോ ലക്ഷ്യം മാതാവിന് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ ഫാത്തിമയിലെ പ്രത്യക്ഷവും ലൂർദിലെ പ്രത്യക്ഷവും വരണേക്കാൾ മുൻപ് 1561 ഗ്വാഡലൂപ്പെ മാതാവ്, ഗ്വാഡലൂപ്പെ എന്നും ഗ്വാഡലൂപ്പെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മാതാവ് ഗ്വാഡലൂപ്പയിൽ പ്രത്യക്ഷപ്പെട്ടു. നമുക്ക് അതിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് വളരെയധികം പ്രസിദ്ധമാണ്. അത് ജുവാൻ ദിയോഗോ എന്ന് പറയുന്ന ഒരു ആൾക്ക് മലമുകളിൽ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ഇവിടെ ഒരു ദേവാലയം പണി കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴെപ്പോഴും ഈ സുന്ദരിയായ സ്ത്രീ ശല്യം ചെയ്യുന്നതുകൊണ്ട് അയാൾ വഴിമാറി നടന്നെന്നും, അപ്പോൾ ആ വഴിമാരോടത്ത് ചെന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ അമ്മാവിന് സുഖമില്ലാണ്ട് പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നീ അവിടെ വെക്കി, അമ്മാവിൻ്റെ കാര്യം വെക്കി, നീ ഇത് ചെന്ന് ബിഷപ്പിനോട് പറയി എന്ന് പോയി പറഞ്ഞതും. എന്നിട്ട് അടയാളം ചോദിച്ചപ്പോൾ കുറച്ച് പൂക്കൾ പൊട്ടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. പൂക്കളില്ലാത്ത കാലത്ത് പൂക്കൾ പൊട്ടിച്ചു കൊണ്ടുവന്ന് ജുവാൻഡികാൻ്റെ ഏപ്രിലിട്ടിട്ട് കൊണ്ടുപോയി ബിഷപ്പിൻ്റെ അടുത്ത് വന്നപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ തുറന്നപ്പോൾ അതിൽ മാതാവിൻ്റെ ചിത്രം കണ്ടു. അതാണ് ഗാഡലൂപ്പ മാതാവിൻ്റെ ചിത്രമായിട്ട് വണങ്ങുന്നത് മെക്സിക്കോയിൽ. അപ്പോൾ ഇവിടെ ഈ ഗാഡലൂപ്പ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് എന്തിനാണെന്നറിയോ? അവിടെ ഒരു ദേവാലയം പണിയണം എന്ന് പറയാനാണ് ഈ മാതാവ് ഇങ്ങനെ ഈ മലമുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ഈ മാതാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് എന്തിനാണ് എന്ന് നോക്കിയാൽ, എല്ലാ സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ മാനസാന്തരങ്ങൾ നടന്നിട്ടുണ്ട്. ഈ മാനസാന്തരങ്ങൾ നടക്കാനും ജനം അന്ധവിശ്വാസത്തിൽ നിന്നും അന്യദൈവ ആരാധനയിൽ നിന്നും മാറി ദൈവത്തിലേക്ക് അടുക്കാനാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായ കാര്യം എന്താണെന്നോ, ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശേഷം മെക്സിക്കൻ ജനങ്ങളുടെ ഇടയിലെ നരബലി നിർത്താനായിട്ട് ഈ ഭക്തി കാരണമായി. ഓരോ ഡിവോഷനുകളുടെ പ്രത്യേകതയെ ഗഡലുപ്പ മാതാവിൻ്റെ ഈ ഭക്തിയും ചിത്രവും അവിടെ വന്നതിന് ശേഷം നരബലി, മനുഷ്യനെ ബലി കഴിക്കുന്ന വലിയ അന്ധവിശ്വാസത്തിൽ പെട്ടുകിടക്കുന്ന മനുഷ്യരെ മാറി അവരെ മാറ്റി മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ ഒരു അടയാളം. അതുപോലെ അരാജകത്വം, അന്ധവിശ്വാസം ഇതൊക്കെ തുടച്ചു നീക്കപ്പെട്ടു. അതുപോലെ മാറാ രോഗങ്ങളൊക്കെ സൗഖ്യപ്പെട്ടു. രോഗങ്ങൾ സൗഖ്യപ്പെടുത്താനല്ല മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്, പക്ഷേ രോഗങ്ങൾ സൗഖ്യപ്പെടുന്നത് എന്തിനാണെന്നറിയോ? ഇവിടെ സ്വർഗം പ്രത്യക്ഷപ്പെട്ടു എന്ന് മനുഷ്യർക്ക് അടയാള സഹിതം മനസ്സിലാക്കി കൊടുക്കാനാണ് രോഗം സൗഖ്യം കൊടുക്കുന്നത്. രോഗം സൗഖ്യം കൊടുക്കൽ മാതാവിൻ്റെ ഒരു ഡ്യൂട്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ഭരണത്തിലേക്ക് വീണ്ടും രോഗം വന്ന് പെട്ടെന്ന് മരിച്ചില്ലേ? അപ്പം സൗഖ്യം കൊടുക്കുക എന്നത് പ്രത്യക്ഷപ്പെടലിൻ്റെ ഒരു ആവശ്യമല്ല. പക്ഷേ പ്രത്യക്ഷപ്പെടൽ സത്യമാണെന്ന് തെളിയിക്കാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥലത്തും രോഗ സൗഖ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഗാഡലുപ്പ മാതാവിൻ്റെ പടം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം
എന്തുമാത്രം രോഗങ്ങളാണ് അവിടെ സഹിക്കപ്പെട്ടതെന്നറിയോ. അതുപോലെ പരിശുദ്ധ അമ്മ ഗർഭസ്ഥ ശിശുക്കളുടെ രക്ഷാധികാരി എന്ന നിലയിലാണ് ഗഡലുപ്പ മാതാവ് അറിയപ്പെടുന്നത്. അവിശ്വാസികളുടെ മനപരിവർത്തനത്തിനായും ഗർഭചിത്രം എന്ന തിന്മയ്ക്കെതിരായുമാണ് അവിടെ മാധ്യസ്ഥം തേടുന്നത്. ഗർഭചിത്രം എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാപം. ലഹരിക്ക് അടിമപ്പെട്ട മക്കള്, ഗർഭചിത്രം, ദൈവനിഷേധം, ദൈവമില്ല എന്നും ദൈവത്തെ തള്ളി പറയുന്നതുമായ പാപങ്ങൾ, ഇതിനൊക്കെ അറുതി വരുത്താനാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഗഡലുപ്പ മാതാവ് എൻ്റെ ജീവിതത്തിലും ഒരു വലിയ അടയാളം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അടയാളം എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളല്ല, സംഭവം ഇങ്ങനെയാണ്. ഇവിടെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, 10-25 വർഷം മുമ്പ്, 30-35 വർഷം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ഒരു ഗ്രാമപ്രദേശം, ഒരു ദ്വീപാണ് ഞാൻ. ഇവിടെ ഒരു ദ്വീപിലാണ് ഞാൻ. ഒരു വീടുകളുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വീടും ബസ്സും ഒക്കെയായി പുരോഗമനമൊക്കെ വന്നത്. അപ്പം അന്ന് പ്രാർത്ഥന തുടങ്ങിയിട്ട് ഒരു 2-3 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 21 വർഷം മുൻപാണെന്ന് തോന്നുന്നു. അന്ന് ഒരിക്കൽ വീട്ടിലേക്ക് ഒരു ബ്രദർ വന്നു. ബ്രദർ എന്ന് പറഞ്ഞാൽ ഒരു ഹൽമായൻ, ബ്രദർ എന്നാണല്ലോ എല്ലാവരും പറയണത്. എനിക്കറിയില്ല, അത് ഇവിടുന്ന് ഇടുക്കി ഭാഗത്തു നിന്നാണ് അവർ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതെനിക്ക് ഓർമ്മയുണ്ട് ഇന്ന്. എന്നിട്ട് ആ ബ്രദർ വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതെങ്ങനെയാണ് വന്നതെന്ന്, എന്തുകൊണ്ടാണ്, എങ്ങനെ ഒരു കണക്ഷനാണ് ഇദ്ദേഹം ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല ഇന്നും. അങ്ങനെ അദ്ദേഹം വന്നു പ്രാർത്ഥിക്കുകയായിരുന്നു. സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞു, ഇവിടെ ഗഡലുപ്പ മാതാവിൻ്റെ വലിയൊരു പിക്ചർ കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പം എനിക്ക് ഗഡലുപ്പ മാതാവായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു പിക്ചറൊന്നും ഇല്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു പ്രാർത്ഥനാ കാർഡുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തോട് കാണിച്ചു കൊടുത്തു, ഇതാണോ പറയുന്നത്, ഇത് ഗഡലുപ്പ മാതാവിൻ്റെ ഇങ്ങനൊരു പ്രാർത്ഥനാ കാർഡ് ആണോ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് ഗഡലുപ്പ മാതാവിൻ്റെ തന്നെയാണ് ഇത്, പക്ഷെ ഇതല്ല സഹോദരി ഞാൻ പറയുന്നത്. ഈ ചുമരുമേ വലിയൊരു പിക്ചർ, ഗഡലുപ്പ മാതാവിൻ്റെ ഒരു പിക്ചർ ഇവിടെ വരും, അത് വന്നിരിക്കും. അപ്പോൾ അദ്ദേഹം പിന്നെ കുറേ കാര്യങ്ങൾ അന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനിങ്ങനെ സഹനമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവല്ലേ. അപ്പം ഞാൻ ഓർത്ത് ശരി, ഗഡലുപ്പ മാതാവിൻ്റെ പിക്ചർ എനിക്കറിയില്ല എന്തായാലും. അങ്ങനെ അദ്ദേഹം അന്ന് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, സഹോദരി ഏറെ സഹിക്കേണ്ടി വരുന്നു. അന്ന് എനിക്ക് വന്ന ദേഷ്യമുണ്ടല്ലോ, ഈ വന്നവർ മുഴുവൻ സഹിക്കുന്ന പറയണേ. ഞാൻ അപ്പം എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഇതുവരെ സഹിച്ചതൊന്നും പോരെ, ഇനിയിപ്പോൾ പുതിയത് തരാനാണോ ഇയാളൊക്കെ വന്നിരിക്കണേന്ന് ഞാൻ ഉള്ളിൽ ചോദിച്ചു. കാരണം സഹനം നിധിയാണെന്ന് അത്ര ബോധ്യമൊന്നും അന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ദേ വരുന്നു സഹനം എന്നും പറഞ്ഞ് അദ്ദേഹം പോയി. വർഷങ്ങൾ കഴിഞ്ഞു കേട്ടോ. 20 വർഷം, ഒരു 22 വർഷം മുമ്പൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി, ഞാൻ ഈ കാര്യം മറന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കുകയാണ്, എൻ്റെ ഇളയമ്മയുടെ മകൻ മെക്സിക്കോയിൽ ജോലി അവിടേക്ക് കുറച്ച് നാളുണ്ടെന്ന് പറഞ്ഞ് അവൻ പോവാണ്. അങ്ങനെ പോയിട്ട് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടുത്തെ ഗഡലുപ്പ മാതാ, ഈ പ്രവചനമൊക്കെ ഞാൻ മറന്നു കേട്ടോ. ഞാൻ അവിടെ മെക്സിക്കോയിൽ ഗഡലുപ്പ മാതാവിൻ്റെ ഭയങ്കര പ്രത്യക്ഷമുള്ള സ്ഥലമല്ലേ, മാതാവിൻ്റെ ഒരു പിക്ചർ കിട്ടുമെന്ന് വെച്ചിങ്ങനെ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ഇത്ര പോകുന്നൊരു പിക്ചർ നമുക്ക് ചില്ലിട്ട് വെക്കാലോ എന്ന് വെച്ചിട്ട്. പിന്നീടാണ് അവൻ പറഞ്ഞത്, അവിടെ അന്വേഷിച്ചിട്ട് പിക്ചറുകളൊന്നും കിട്ടുക, എല്ലാം അതൊരു തുണിയിലാണല്ലോ, തുണിയിലാണ് മാതാവിൻ്റെ പിക്ചർ, ഒന്നും കിട്ടിയില്ല. എന്നിട്ട് എയർപോർട്ടിൽ വന്ന് നോക്കിയിട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ 3 എണ്ണം കിട്ടി. അപ്പോൾ അവൻ പറഞ്ഞു, ഒന്ന് മമ്മിക്കും, ഒന്ന് ചേച്ചിക്കും, ഒന്ന് എനിക്ക് എടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ തോന്നുന്നു 3 പിക്ചർ കിട്ടി. പിക്ചർ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ, ഇതല്ലേ ഒരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ വന്ന് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങൾ, ഇപ്പോൾ വീട്ടിലിരിക്കുന്ന നിങ്ങൾ പലപ്പോഴും വീഡിയോ എടുത്തപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഈ ദൈവകരുണയുടെ ചിത്രം പോളണ്ടിലെ ഫൗസ്റ്റീനാമ്മയുടെ സ്ഥലത്ത് നിന്ന് വന്നതുപോലെ ഈ ഗഡലുപ്പ മാതാവിൻ്റെ ഒരു വലിയ ചിത്രം ഞങ്ങളത് ചുമരുമേ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഓർക്കുകയാണ്, അപ്പം അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവുമല്ലോ ദൈവമേ. പിന്നെ എനിക്ക് മനസ്സിലായി, അയാൾ പറഞ്ഞല്ലോ സഹനത്തിൽ കൂടെ പോകേണ്ടി വരുന്നു. പിന്നെയും പറഞ്ഞു കുറേ കാര്യങ്ങൾ, എല്ലാം നടന്നു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവസാനത്തെ ക്യാൻസർ വരെ.
സഹനത്തിൽ കൂടെ പോകണം എന്നുള്ളതും പിന്നെ ഈശോയ്ക്ക് കുറേ പദ്ധതികളുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാനിന്ന് ഈ ഗാഡലുബൻ്റെ പ്രത്യക്ഷീകരണം നിങ്ങളോട് പറഞ്ഞപ്പോൾ ഈ ഒരു അനുഭവം വെറുതെ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അതിൽ ഇപ്പോൾ വേറെ കാര്യമൊന്നുമില്ല. പക്ഷെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, നിങ്ങളത് ഇന്നു മുതൽ എഴുതി വെച്ചു. എല്ലാതും എഴുതി വെക്കാനല്ല പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് 2000-ലധികം മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെന്നും അതിൽ പ്രധാനപ്പെട്ടവയായി ലോകം അംഗീകരിക്കപ്പെടുന്നവയാണ് ഈ ഗാഡലൂപ്പ്, ലൂർദ്, ഫാത്തിമ, മെജിഗോറി, മിറാക്കുലസ് മെഡലിൻ്റെ കാതറിൻ ലെബോറയുടെ പാരീസിൽ നടന്നത്, അതുപോലെ പ്രത്യക്ഷീകരണങ്ങൾ. അപ്പോൾ ഈ ഗാഡലൂപ്പ് മാതാവ് 1561 പ്രത്യക്ഷപ്പെട്ടത്. അവിടെ നടന്ന വലിയ അടയാളം ഇപ്പോഴും നടക്കുന്നത് അവർ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ദൈവനിഷേധത്തിൽ നിന്നൊക്കെ മാറി, ക്രൂരമായ പാപങ്ങളിൽ നിന്നൊക്കെ മാറി കംപ്ലീറ്റ് മാനസാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിൽ കൂടെ നടക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ മനസ്സിലാക്കണം. മാതാവ് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ട് ലോകം അവസാനത്തെക്കുറിച്ചും അന്ത്യകാലത്തെക്കുറിച്ചും ഒക്കെ പ്രവചനങ്ങളും സന്ദേശങ്ങളും തന്നിട്ടുള്ളത് ഒക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ബൈബിളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് മാതാവ് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നന്നാവണം എന്നുള്ളതാണ് മാതാവിൻ്റെ ഉദ്ദേശം. മനുഷ്യരാരും നശിച്ചു പോകരുത്, അതിനു വേണ്ടിയാണ് ഈ വാണിങ്ങുകൾ. പല സ്ഥലങ്ങളിൽ ഓടി നടന്ന് പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ, പിതാവിൻ്റെ അടുത്തേക്ക് മനുഷ്യരെ എത്തിക്കാൻ. നിങ്ങൾ ഇന്നത് ചെയ്യേ, ഇങ്ങനെ ചെയ്യേ എന്ന് മാതാവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വ്യാജ പ്രബോധനങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും നന്മയുടെ മൂടുപടം ഇട്ട് വരുന്ന പ്രബോധനങ്ങൾ, അതുപോലെ പ്രസംഗങ്ങൾ, ലക്ഷ്യം എന്തായിരിക്കും? ദൈവത്തിലേക്ക് അടുപ്പിക്കുകയല്ല ലക്ഷ്യം. രോഗശാന്തി കിട്ടണോ, കല്യാണം നടക്കണോ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ. അപ്പോഴത് വഴിതെറ്റിപ്പോകും മനുഷ്യർ. അതിനുവേണ്ടി മനുഷ്യർ ഓടി നടക്കും. യഥാർത്ഥത്തിൽ മാതാവ് എന്തിനാണ് പ്രത്യക്ഷപ്പെടുന്നത്? മാനസാന്തരപ്പെട്, പാപങ്ങളെക്കുറിച്ച് അനുദപിക്ക്, പ്രായശ്ചിത്തം ചെയ്യ്, പരിഹാരം ചെയ്യ്. ഈ പരിഹാരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പരിഹാരം ചെയ്ത് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവ് നടത്തിത്തരും. കാരണം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് അറിഞ്ഞൂടെ കാലാകാലങ്ങളിൽ എന്താണ് നമുക്ക് വേണ്ടതെന്ന്. നമ്മൾ പ്രസവിച്ച കുട്ടികൾക്ക് തുണി മാറ്റി ഉടുപ്പിടേണ്ട പ്രായം വരുമ്പോൾ അവർ പറഞ്ഞിട്ടൊന്നല്ല ഉടുപ്പെടുത്ത് കൊടുക്കുന്നത്. അവർക്ക് കാലാകാലങ്ങൾ വേണ്ടത് നമ്മൾ കൊടുക്കണില്ലേ? അപ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയില്ലേ നമുക്ക് എന്താ വേണ്ടതെന്ന്? ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. പിതാവിൻ്റെ പദ്ധതിയിൽ ഇല്ലാത്ത കാര്യമാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ നിങ്ങൾ എവിടെ ഓടി നടന്നാലും അത് കിട്ടില്ല. പിതാവിൻ്റെ പദ്ധതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ എന്തൊക്കെ കസർത്ത് കാട്ടിയാലും പിതാവിൻ്റെ പദ്ധതിയിൽ ഇല്ലാത്തത് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് അതിനുവേണ്ടി കാത്തിരുന്ന് പിതാവ് പറയുന്ന പോലെ ജീവിച്ച് പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് എളിമപ്പെട്ട് മാപ്പ് പറഞ്ഞാൽ മതി, തന്നെ വരും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ചോദിക്കാണ്ടാണ് സഹനങ്ങൾ കിട്ടിയിട്ടുള്ളത്. ചോദിച്ച നന്മകളൊന്നും അന്ന് കിട്ടിയില്ല. പക്ഷേ പലപ്പോഴും ചോദിക്കാത്ത കൃപകൾ കർത്താവ് തന്നിട്ടുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ജെറമിയ 29:11 നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എനിക്ക്, ആ പദ്ധതിയെ നടക്കുകയുള്ളൂ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ വീണ്ടും ഈ അവസാന കാലത്തിൻ്റെ പ്രവചനങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ലോകത്ത് കോവിഡ് വന്നല്ലോ. അത് കർത്താവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചു പോയിട്ടുള്ള ആ ലില്ലിയമ്മച്ചി ഈ കോവിഡ് വരുന്നേക്കാൾ മുമ്പ് എന്നോടൊരു ദർശനം പറഞ്ഞിരുന്നു. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മോളെ, ആകാശത്ത് നിന്നൊരു പക്ഷി കുറേ കറുത്ത സാധനങ്ങൾ ഇങ്ങനെ ലോകം മുഴുവനിലും വെതറി കഴിഞ്ഞു അവൻ. അങ്ങനെയാണ് പറഞ്ഞത്. എന്താണാവോ അത്? എനിക്കതിൻ്റെ വ്യാഖ്യാനമൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, എന്താണാവോ, കറുത്ത സാധനമല്ലേ, വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ വെറുതെ ഞാനിങ്ങനെ പറഞ്ഞു, വല്ല രോഗപീഠകളാണാവോ, എന്താണാവോ ഈ വരുന്നത്. അപ്പോൾ ആ അമ്മച്ചി പറഞ്ഞു, മോളെ, ലോകം മുഴുവനിലിട്ട് ഉണ്ട് ഇത്, ലോകം മുഴുവനിൽ ഇത് ഇട്ടിട്ടുണ്ടെന്നാണ് പറയണേന്ന്. അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കോവിഡിൻ്റെ ആരംഭമായി. അത് ദൈവം നമ്മളെ ഒരു പഠിപ്പിച്ചതാണ്. എന്ത് ശാന്തമായിരുന്നു നമ്മുടെ നാടൊക്കെ. പാച്ചിലുകളൊക്കെ നിന്നു, ആർഭാടങ്ങൾ, കല്യാണങ്ങൾ എന്ത് അടിപൊളിയായിരുന്നു. ചെറിയൊരു പരിപാടി വരെ ഉണ്ടെങ്കിൽ ഹോളെടുത്തു ആഘോഷമായി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുറച്ചില്ല. അങ്ങനെ കല്യാണങ്ങൾ നടന്നു. എന്തിനു പറഞ്ഞാൽ എൻ്റെ മകൻ്റെ പട്ടം വരെ കോവിഡിൻ്റെ ഇടയിലാണ് നടന്നത്.
അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി തന്നതാണ് കർത്താവ്. മാത്രമല്ല കർത്താവ് മനസ്സിലാക്കി തന്നതാണ് ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഇല്ലാണ്ടാക്കും, എനിക്കറിയാം. പക്ഷേ എന്താ, കോവിഡ് കഴിഞ്ഞപ്പോൾ ജനം വീണ്ടും പണ്ടത്തേക്കാൾ കൂടുതലായിട്ട് ആഘോഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മ പല സ്ഥലത്തും വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ട് വാണിങ്ങുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെന്നറിയോ, ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മനുഷ്യർ ഓർക്കണില്ല. എന്നിട്ട് പറയുകയാണ് ആ പ്രവചനമല്ലേ, അതൊന്നും ശരിയല്ല, പിന്നെ ലോകം അവസാനിക്കാൻ പോവല്ലേ. ലോകം അവസാനിക്കില്ല എന്നുള്ളത് ഇവർക്ക് എന്താ ഉറപ്പ് പറയുന്നവർക്ക്? നമ്മളൊന്നല്ലല്ലോ ലോകം സൃഷ്ടിച്ചത്. ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ എതിർക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എഴുതി വയ്ക്കാം. ലൂക്കായുടെ സുവിശേഷം 21:11 ഇത് പറയുന്നുണ്ട്. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവൻ നമ്മുടെ കാലഘട്ടത്തിലാണ് താനും. ഈ പറഞ്ഞതൊക്കെ നമ്മുടെ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. വെളിപാട് 6:8 പറയുന്നുണ്ട്, യോഹന്നാൻ ശ്ലീഹ ഒരു വലിയൊരു കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നതിന് മരണം എന്ന് പേര്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം വെളിപാട്. മനുഷ്യൻ്റെ അഹങ്കാരത്തിനെയാണ് ദൈവം ഇത് തകർക്കണത്. അതിനോടൊപ്പം തന്നെ 1 പത്രോസ് 5:8 പറഞ്ഞു, നിങ്ങൾ സമചിത്തതയോട് ഉണർന്നിരിക്കുക, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങണമെന്ന് അറിയാതെ ചുറ്റി നടക്കുന്നുണ്ട് എന്ന്. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ഈശോ നമുക്ക് കാണിച്ചു തന്ന, മാതാവ് നമുക്ക് കാണിച്ചു തന്ന കാര്യങ്ങൾ ചെയ്യാം. ലോകം മുഴുവൻ അനുദപിക്കട്ടെ, അഹങ്കാരം വെടിയട്ടെ. അതിനാണ് ആ പരിഹാര പ്രാർത്ഥന. അത് ധാരാളം പേർക്ക് കൊടുക്കുന്നുണ്ട്. കുറേ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് വീട്ടിൽ വരുന്നവർക്കൊക്കെ കൊടുക്കാൻ. എന്താണെന്നറിയോ, ഇപ്പോൾ ലൂയിസ പിക്കറത്തയുടെ ആയാലും എലിസബത്ത് സാൻഡോയുടെ ആയാലും വെളിപ്പെടുത്തലുകളൊക്കെ പറയുന്നത് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം മക്കൾ ലോകം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന്. എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പഞ്ചഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ഒപ്പം എളിമപ്പെടണം. അല്ലെങ്കിൽ ലോകം മുഴുവൻ വന്ന കോവിഡിൻ്റെ പോലെ അതിനേക്കാൾ വലുത് കടന്നു വരും. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അന്ത്യകാലമാണ്, അവസാന കാലമാണ്. അത് സംഭവിക്കും. പ്രവചനങ്ങൾ ഇതുവരെ പ്രവചിച്ചതൊന്നും തെറ്റിയിട്ടില്ലാത്തതുകൊണ്ട് അതൊക്കെ സംഭവിക്കും. പക്ഷെ അമ്മ പറഞ്ഞു അന്ത്യകാലത്തേക്ക്, അത് നമ്മുടെ അന്ത്യമാണെങ്കിലും ലോകത്തിൻ്റെ അന്ത്യമാണെങ്കിലും നമ്മൾ ഒരുങ്ങിയിരിക്കണം. ആ ഒരുക്കത്തിൻ്റെ ആദ്യത്തെ പടിയാണ് സ്നേഹമാണ് വേണ്ടത്. അതുപോലെ പാരവെപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഞ്ചനകൾ, ചതികൾ, ഇതെല്ലാം ഇല്ലായ്മ ചെയ്തിട്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി കരുണ കാണിക്കണമേ, മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ. തലമുറയിൽ നിന്ന് വന്നു പോയ പാപങ്ങൾക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്കും. ഈ നോഹയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാലോ, മക്കൾ പാപം ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നോഹ ബലിയർപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത്. അവസാന കാലത്തിൻ്റെ ഒരുക്കം അങ്ങനെയാണ്. അത് നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത്. മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കരുത് കേട്ടോ. അവസാന കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടില്ല നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കുക, നിങ്ങൾ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. മാതാവ് പറഞ്ഞത് നീ പ്രായശ്ചിത്തം ചെയ്യേ, പരിഹാരം ചെയ്യേ. റോസമിസ്റ്റിക്ക മാതാവായാലും പറഞ്ഞില്ലേ പെറിന ഗില്ലിയോട്, നീ നിലത്ത് മുട്ടുകുത്തി നാവ് കൊണ്ട് കുരിശു വരയ്ക്കാൻ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം. അപ്പോൾ പരിഹാരമാണ്, എളിമപ്പെടലാണ്, മാപ്പ് പറയലാണ്, പ്രത്യേകിച്ചിട്ടുള്ള ഒരുക്കം. പരിശുദ്ധ കുർബാനയാണ് ഈ മാപ്പ് പറച്ചിലിൻ്റെ അവസാനം. അതായത് പാപപരിഹാര ബലി. പുത്രൻ നമുക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിച്ചെങ്കിൽ നമ്മൾ നമ്മുടെ സഹനങ്ങളും പുത്രൻ്റെ സഹനത്തോട് ചേർത്ത് ഈശോയുടെ തിരു രക്തത്തോടൊപ്പം, ഈശോയുടെ തിരു ശരീരത്തോടൊപ്പം, ഈശോയുടെ തിരുമുഖത്തിനോടൊപ്പം ഇത് മുഴുവൻ കാഴ്ചവെക്കണം പിതാവായ ദൈവത്തിന്. കാരണം അതിനോട് ചേർത്ത് കാഴ്ചവെച്ചാൽ വിലയുള്ളൂ. പുത്രൻ്റെ കാഴ്ചയാണ് പിതാവിന് ഇഷ്ടം. അത് സ്വീകരിക്കാനാണ് പരിശുദ്ധ ബലിയിൽ പിതാവ് വരണത്. പുത്രൻ്റെ സഹനം, പുത്രൻ്റെ തിരുരക്തം, പുത്രൻ്റെ തിരുശരീരം, പുത്രൻ്റെ തിരുരക്തം ഒലിക്കുന്ന നിന്ദകൾ, അപമാനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള തിരുമുഖം. ഇതൊക്കെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാഴ്ചവെക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. തിരുമുഖത്തിൻ്റെ ഭക്തി ഈ കാലഘട്ടത്തിന് വേണ്ടി പത്രോസിൻ്റെ മേരിക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പം എല്ലാവരും തിരുമുഖത്തിൻ്റെ പുസ്തകം വാങ്ങുന്നു, ജപമാല ചെയ്യുന്നു, നല്ല കാര്യം. ലോകം മുഴുവൻ അറിയട്ടെ തിരുമുഖമാണ്, തിരുമുഖത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടതെന്ന്. ഈ വരുന്ന ആഷ് വെനസ്ഡേയുടെ തലേദിവസത്തെ ചൊവ്വാഴ്ച ഷ്രോവ് ട്യൂസ്ഡേ ആണ്. ലോകം മുഴുവൻ ഈശോയുടെ തിരുമുഖത്തെ വണങ്ങി ആരാധിച്ച് ഈ പൊന്മുഖം പിതാവിൻ്റെ അടുത്ത് സമർപ്പിക്കുമ്പോൾ പിതാവ് കരുണ കാണിക്കും, മാനസാന്തരം കൊടുക്കും, മാപ്പ് പറയാനുള്ള കൃപ കൊടുക്കും, അഹങ്കാരം വെടിയും.
അങ്ങനെ നമുക്ക് ഒത്തുപിടിച്ച് പ്രാർത്ഥിക്കാം. ഈ അവസാന കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥന, കർത്താവ് പറഞ്ഞൊരു പ്രാർത്ഥന ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. തിരുരക്തത്തിൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, തിരുരക്തത്തിൻ്റെ ബഹുമാനത്തിനായിട്ട് 2 സ്വർഗസ്ഥനായ പിതാവേ, 2 നന്മ നിറഞ്ഞ മറിയമേ, 2 തൃത്വസ്തുതി 3 വർഷത്തേക്ക് മുടങ്ങാതെ ചെല്ലുന്നവർക്ക് 5 അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട് കർത്താവ്. ഇത് ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ കൊടുത്തിട്ടുള്ള വിശുദ്ധ എലിസബത്ത്, വിശുദ്ധ മെറ്റിൽഡ, വിശുദ്ധ ബ്രിജീത്ത, ഈ പുണ്യവതികൾക്ക് കൊടുത്തിട്ടുള്ളതിനനുസരിച്ചിട്ടാണ് ഇത് വന്നിട്ടുള്ളത്, ഈശോയുടെ പീഡാനുഭവ സന്ദേശം. അപ്പം അതിൽ പറയുന്നുണ്ട് ഈശോ എന്തുമാത്രം മുറിവുകളാണ്, എന്തുമാത്രം തുള്ളി രക്തമാണ്. അപ്പോൾ 28,430 തുള്ളി രക്തം ചിന്തി എന്നാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ഇത് 28,430 തുള്ളി രക്തമെന്ന് എന്താ ഉറപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഉറപ്പൊന്നുമില്ല, നിനക്കറിയോ എത്ര തുള്ളി രക്തം ഉണ്ടെന്ന്? അല്ല, നിനക്കത് ശക്തമായിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ആ തുള്ളി രക്തം എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ അത് കന്യകാമേരോട് നേരിട്ട് ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ യോഹന്നാനോടോ. അവരാണല്ലോ അവിടെ തുള്ളി രക്തം വീഴുമ്പോൾ നോക്കി നിന്നത്. പ്രിയ സഹോദരങ്ങൾ, ഈ തുള്ളിയുടെയും പള്ളിയുടെയും ഇതൊന്നും നോക്കാതെ ഈശോ ഇത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തം, ദൈവത്തിന്റെ തിരുരക്തം. ഈ തിരുരക്തത്തിന്റെ ബഹുമാനത്തിന് 2 സ്വർഗസ്ഥനായ പിതാവ്, 2 നന്മ നിറഞ്ഞ മറിയമേ, 2 തൃത്വസ്തുതി ചൊല്ലി കാഴ്ചവെച്ചാൽ എത്ര അനുഗ്രഹങ്ങളെ കിട്ടാന്നറിയും. എല്ലാ പാപത്തിൽ നിന്നും പൂർണ്ണ ദണ്ഡവിമോചനം, അത് നിയമപ്രകാരം കേട്ടോ. ശുദ്ധീകരണ സ്ഥലത്തെ വേദനയിൽ നിന്ന് മോചനം. പ്രാർത്ഥന ചൊല്ലി 3 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് മരിക്കുകയാണെങ്കിൽ അത് 3 വർഷം തികയുന്നതിന് തുല്യം. നിങ്ങളുടെ മരണം യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നതിന് തുല്യമായിരിക്കും. മരണസമയത്ത് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയജനത്തിൻ്റെയും ആത്മാക്കളെ 4 തലമുറയോളം സ്വീകരിക്കാൻ ഞാൻ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. തിരുസഭയ്ക്കെതിരായി പ്രവർത്തിക്കുകയും എൻ്റെ സന്ദേശത്തെ പുച്ഛിക്കുകയും ചെയ്യുന്നതിനെ ഞാൻ ഉപേക്ഷിക്കും. ഇത് സഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. 1890 ഏപ്രിൽ 5 ലയോ 13 മാർപ്പാപ്പ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഈ തിരുരക്തത്തിന് ബഹുമാനത്തിനുള്ള 2 സ്വർഗസ്ഥനായ പിതാവ്, 2 നന്മ നിറഞ്ഞ മറിയമേ, 2 തൃത്വസ്തുതി ചൊല്ലിയിട്ട് ഈശോയുടെ തിരുരക്തത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കാഴ്ചവെച്ച് പിതാവിലേക്ക് കൊടുത്താലുണ്ടല്ലോ, വലിയ അത്ഭുതങ്ങൾ നടക്കും. അതിൻ്റെ കൂടെ ഒരു സമർപ്പണ പ്രാർത്ഥന കൂടിയുണ്ട്. കാരുണ്യവാനായ ഈശോയെ, പാപികളായ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് സഹിച്ച പാടുപീടുകളെയും വരിച്ച അടികളെയും വഹിച്ച തിരുമുറിവുകളെയും പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ചിന്തിയ 28,430 തുള്ളി രക്തത്തിൻ്റെ ബഹുമാനാർത്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങയുടെ വാഗ്ദാനമായ 5 കൃപകളും നൽകി അനുഗ്രഹിക്കണമേ എന്നും കൂടി പ്രാർത്ഥിക്കണം. ഇതാണ് സമർപ്പണ പ്രാർത്ഥന. അതുപോലെ ഈ അവസാന കാലഘട്ടത്തിൽ പിശാച് ആവസിക്കുന്ന അവസരമാണിത്. അവനെതിരായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് ഒരുങ്ങുന്നത്. കാരണം നമ്മളെപ്പോലും അവൻ വഴിതെറ്റിക്കും. ആ കാലഘട്ടം ഈ കാലഘട്ടമായതുകൊണ്ട് ഇതിലേക്ക് ഒരു നല്ല തിരുരക്തത്തിൻ്റെ സംരക്ഷണ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ഇത് നമുക്ക് മനസ്സുകൊണ്ട് ചെല്ലാവുന്നതാണ്. ഞാനൊന്ന് വായിച്ച് പറയാം. ഈ പുസ്തകം നോക്കി നടക്കണ്ട കേട്ടോ, ഇതൊരു കൊച്ചു പുസ്തകമാണ്. അത് എവിടുന്നോ എനിക്ക് പണ്ട് കിട്ടിയതാണ്. ഇതിപ്പോൾ പലയിടത്തും കിട്ടുന്നുണ്ടായിരിക്കാം. ഇത് ഞാൻ അടിക്കണമെന്ന് തീരുമാനിച്ചതായിരുന്നു, പക്ഷേ എളുപ്പമല്ല. അത്രയും ഭയങ്കര പൈസയാണ് പറയുന്നത്. ഇതിങ്ങനെ ഇടുമ്പോൾ കുറേ പേര് നമുക്ക് അയച്ചു തരും ഇതിൻ്റെ PDF. അപ്പം ഞാനത് അയച്ചു തരാം. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് ജീവനിലോ എവിടെയെങ്കിലും ഈ പുസ്തകം കിട്ടാൻ സാധ്യത ഉണ്ടായിരിക്കും. ഒരു കൊച്ചു പുസ്തകം, ഒരു ഇതിൻ്റെ വലിപ്പമുള്ളൂ. അതെനിക്ക് എവിടുന്നോ പണ്ടത്തെ ഇതിൽ കിട്ടിയതാണ്. അപ്പോൾ ഇത് നല്ലതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറയും. കാരണം ഈ കാലഘട്ടത്തിൽ പിശാചിനെ ഓടിപ്പിക്കാൻ പറ്റിയതാണ്. ഒന്നാമത്തെ പ്രാർത്ഥന, ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ. അങ്ങനെ 10 പ്രാവശ്യം. ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ. ഇതിപ്പോൾ പഠിക്കുന്നു വേണ്ട, നമുക്കറിയാലോ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയത്. ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ. ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ. പിന്നത്തെ പ്രാർത്ഥനയാണ്, ഈശോയുടെ തിരുശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണറുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങനെ 10 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങനെ 10 പ്രാവശ്യം. എന്നിട്ട് 3 നന്മ നിറഞ്ഞ മറിയമേ ചെല്ലണം, ഒരു തൃത്വസ്തുതി ചെല്ലണം. അതുപോലെ
ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരാത്മാക്കളെയും രക്ഷിക്കണമേ എന്ന് 3 പ്രാവശ്യം ചൊല്ലണം. അപ്പോൾ ഈ പ്രാർത്ഥനയും അന്ത്യകാലത്തേക്ക് വളരെ ഫലപ്രദമാണ്. പിശാചിനെതിരെയുള്ള വലിയ ആയുധമാണ്. അതുപോലെ തിരുമുഖം, ടൂറിനത്തെ കച്ചേരിയിലൂടെ കിട്ടിയ തിരുമുഖത്തിൻ്റെ ജപമാല, ആ പുസ്തകം പോസ്റ്റിൽ വന്നപ്പോൾ ഒരു ഡോക്ടർ എൻ്റെ വോയിസ് മെസ്സേജ് ഞാൻ കേട്ടു. പോസ്റ്റിൽ ഈ പുസ്തകം വന്ന് ഇരിക്കുന്ന സമയത്ത് അവരുടെ വീടാകെ സ്വർഗീയ സുഗന്ധം വന്നു എന്ന് പറയുന്നത്. അവർ അന്വേഷിക്കേണ്ടത് എവിടുന്ന സുഗന്ധം. ഈ പുസ്തകം തുറന്നപ്പോഴുണ്ടായതാണ്. ഇതുപോലെ കുറേ അടയാളങ്ങൾ ഈ തിരുമുഖത്തിൻ്റെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എല്ലാം ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ, അവസാന കാലഘട്ടത്തിലേക്ക് വേണ്ട ഭക്തിയാണ് തിരുമുഖത്തോടുള്ള ഭക്തി. പത്രോസിൻ്റെ മേരിക്ക് കൊടുത്ത ജപമാല, അതുപോലെ ഈശോയുടെ തിരുരക്തത്തിനെ വിളിച്ചുള്ള പ്രാർത്ഥന. പ്രിയ സഹോദരങ്ങളെ, അടുത്ത പങ്കുവയ്ക്കലിൽ പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചു ചേർന്ന് ധ്യാനിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.